PSC മുൻവർഷ ചോദ്യപേപ്പറുകൾ പാർട്ട് 3. ചോദ്യം 20. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ എ PR അംബേദ്കർ, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ഡി സച്ചിദാനന്ദ സിൻഹ. ശരിയുത്തരം ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ചോദ്യം 21. അടിസ്ഥാന തലത്തിൽ കായിക രംഗം വികസിപ്പിക്കുന്നതിനും കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പുതിയ പദ്ധതി ഏത്? ഓപ്ഷൻ എ ടോപ്പ് ഇന്ത്യ, ഓപ്ഷൻ ബി ഖേൽ അഭിയാൻ, ഓപ്ഷൻ സി ഖേലോ ഇന്ത്യ, ഓപ്ഷൻ ഡി സ്പോർട്സ് ടാലൻറ്റ് സെർച്ച് സ്കീം. ശരിയുത്തരം ഓപ്ഷൻ സി ഖേലോ ഇന്ത്യ. ചോദ്യം 22. 15ാം കേരള നിയമസഭയുടെ സ്പീക്കർ. ഓപ്ഷൻ എ വി ശശി, ഓപ്ഷൻ ബി പി രാമകൃഷ്ണൻ, ഓപ്ഷൻ സി എം വിജയകുമാർ, ഓപ്ഷൻ ഡി TP രാമകൃഷ്ണൻ. ശരിയുത്തരം ഇവയൊന്നുമല്ല. 14ാം നിയമസഭാ സ്പീക്കർ പി രാമകൃഷ്ണൻ. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായിരുന്ന വ്യക്തി എം വിജയകുമാർ. ചോദ്യം 23. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 2. ശരിയുത്തരം ഓപ്ഷൻ ബി 4. ചോദ്യം 24. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ എ 2ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ബി 7ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ സി 8ാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ഡി 9ാം പഞ്ചവത്സര പദ്ധതി. ശരിയുത്തരം ഓപ്ഷൻ ഡി 9ാം പഞ്ചവത്സര പദ്ധതി. ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം. കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി. ഓപ്ഷൻ എ അഭയ, ഓപ്ഷൻ ബി ആശ്രയ, ഓപ്ഷൻ സി മഹിളാ മന്ദിരം, ഓപ്ഷൻ ഡി ആഫ്റ്റർ കെയർ ഹോം. ശരിയുത്തരം ഓപ്ഷൻ ബി ആശ്രയ. ചോദ്യം 26. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ എ 1994, ഓപ്ഷൻ ബി 1992, ഓപ്ഷൻ സി 1996, ഓപ്ഷൻ ഡി 1993. ശരിയുത്തരം ഓപ്ഷൻ ഡി 1993. ചോദ്യം 27. വിമോചന സമരം നടന്ന വർഷം ഏത്? ഓപ്ഷൻ എ 1958, ഓപ്ഷൻ ബി 1959, ഓപ്ഷൻ സി 1971, ഓപ്ഷൻ ഡി 1957. ശരിയുത്തരം ഓപ്ഷൻ ബി 1959. ചോദ്യം 28. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല. ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി ഇടുക്കി, ഓപ്ഷൻ ഡി പാലക്കാട്. ശരിയുത്തരം ഓപ്ഷൻ സി ഇടുക്കി. ചോദ്യം 29. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ നീതി നിർവഹൺ, ഓപ്ഷൻ ബി നീതി ആയോഗ്,
ഓപ്ഷൻ സി പ്ലാനിംഗ് അതോറിറ്റി, ഓപ്ഷൻ ഡി നീതി ആവേഗ്. ശരിയുത്തരം ഓപ്ഷൻ ബി നീതി ആയോഗ്.